ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആവശ്യപ്രകാരം 10 പേര് അടങ്ങുന്ന ഒരു സംഘത്തെ ഖലീഫയെ കാണാൻ തലസ്ഥാനമായ കൂഫയിലേക്ക് പോവാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ പ്രധാനിയായി അബ്ദുറഹ്മാൻ ഇബ്നു മുൽജമും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സംഘം ഖലീഫയുടെ സന്നിധിയിലെത്തുകയാണ്. ചർച്ചകൾ ആരംഭിക്കുകയാണ്. ചർച്ചകൾക്ക് ശേഷം സാഹിത്യകാരനും കവിയുമായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കവിതയിലൂടെയും സാഹിത്യത്തിലൂടെയും വളരെയേറെ പ്രശംസിക്കുകയാണ്. ഖലീഫ അദ്ദേഹത്തിന്റെ നാമവും ഗോത്രവും ചോദിച്ചറിയുകയാണ്. എൻ്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു മുൽജമാണ്, ഞാൻ മുറാദ് വംശജനാണ്. ഇത് കേട്ടതും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉറക്കെ ചൊല്ലുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് കേട്ടതും അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്തിനാണ് എന്നോട് വെറുപ്പ് കാണിക്കുന്നത്? ഞാൻ അങ്ങയുടെ സേവകനാണ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ അങ്ങയെ ആദരിക്കുന്നവനാണ്, ഞാൻ അങ്ങയുടെ വിജയം ആഗ്രഹിക്കുന്നവനാണ്, ഞാൻ അങ്ങേക്കു വേണ്ടി ശത്രുക്കളോട് പോരാടാൻ തയ്യാറാണ്, ഞാൻ അങ്ങയുടെ കൂടെ താമസിക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ്. അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ചെറുപ്പത്തിൽ നിങ്ങളെ പരിപാലിച്ചിരുന്നതൊരു യഹൂദ സ്ത്രീയായിരുന്നില്ലേ? എടാ നിർഭാഗ്യവാനെ, നീ ശപിക്കപ്പെട്ടവനാണ്. നീ ഭാവിയിൽ അതിഭയങ്കരമായ ഒരു ഹീനകൃത്യം ചെയ്യാൻ അവസരം വരുന്നവനാണ്. അതിൽ നിന്നും നീ ഒഴിഞ്ഞു മാറണേ, അതിൽ നിന്നും നീ മാറി നിൽക്കണേ എന്ന് ആ സ്ത്രീ താങ്കൾ വാശി പിടിക്കുന്ന സമയത്ത് താങ്കളോട് പറയാറില്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം മറുപടി പറയുകയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങയെ അതിരറ്റു സ്നേഹിക്കുന്നവനാണ്, അങ്ങേയറ്റം ആദരിക്കുന്നവനുമാണ്. അലി റളിയല്ലാഹു അൻഹു തുടരുകയാണ്, അത് ശരിയായിരിക്കാം, പക്ഷേ നിങ്ങളായിരിക്കാം എൻ്റെ ഘാതകനെന്ന് ഞാൻ സംശയിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം ഞെട്ടിത്തരിച്ചു പോവുകയാണ്. എന്നാൽ അങ്ങ് എന്നെ നാട് കടത്തണേ, എന്നെ നാട് കടത്തണേ, എന്നെ നാട് കടത്തണേ എന്ന് ഖലീഫയോട് ആവശ്യപ്പെടുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ ജീവിച്ചു കൊള്ളുക, അല്ലാഹുവിൻ്റെ കൽപ്പന പോലെ സംഭവിക്കട്ടെ.